ബീഹാറിലെ സരൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് ഏകദേശം 6 വർഷങ്ങൾക്ക് മുൻപാണ് അഭിലാഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വരുന്നത്. ഹാജിപ്പൂരിലായിരുന്നു ആ ഒരു പെൺകുട്ടി ജനിച്ചു വളർന്നത്. മെഡിക്കൽ പ്രാക്ടീസിങ്ങിന്റെ ഭാഗമായിട്ടായിരുന്നു അങ്ങോട്ട് വന്നത്. ആ ഒരു സമയത്ത് 22-23 വയസ്സായിരുന്നു അഭിലാഷയുടെ പ്രായം. അങ്ങനെ അവിടുത്തെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയത്ത് അവിടെയുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഏരിയയിൽ ഒരു ക്ലിനിക്ക് ഇടണം എന്നുള്ള ഒരു ചിന്ത ഈ അഭിലാഷ ഡോക്ടർക്ക് വരികയാണ്. അങ്ങനെ അതിനായിട്ടുള്ള പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് മൂപ്പര്. അങ്ങനെയാണ് ആ വാർഡിലെ കൗൺസിലർ ആയിട്ടുള്ള വേദ് പ്രകാശിനെ കാണുന്നത്. 27 വയസ്സായിരുന്നു കേട്ടോ ആളുടെ പ്രായം. വാർഡ് 12 മധുര ബ്ലോക്കിലെ കൗൺസിലർ ആയിരുന്നു ആളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ വാർഡിന് വേണ്ടിയിട്ട് ഒരുപാടധികം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അതായത് നല്ല ഉത്തരവാദിത്വ ബോധമുള്ള ഒരു കൗൺസിലർ ആണെന്നുള്ള രീതിയിൽ പേരെടുത്ത ഒരാളായിരുന്നു. അതായത് ആ നാട്ടിലെ ആളുകൾക്ക് ആളെക്കുറിച്ച് നല്ല മതിപ്പായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൂടെ കേട്ടിട്ടാണ് ഈ അഭിലാഷ നേരെ വേദ് പ്രകാശിനെ കാണാനായിട്ട് പോകുന്നത്. എന്നാൽ വേദ് പ്രകാശിന് ആദ്യം തന്നെ ആ ഒരു പെൺകുട്ടിയോടൊരു അട്രാക്ഷൻ തോന്നുകയാണ്. പ്രണയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പെൺകുട്ടിയെ പ്രണയിക്കണം അങ്ങനെയുള്ള രീതിയിലുള്ള ചിന്ത അയാളുടെ ഉള്ളിൽ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അഭിലാഷ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കാനായിട്ട് ആൾക്കൊരു പ്രത്യേക താല്പര്യമായിരുന്നു. അതായത് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ വളരെ സ്പീഡിൽ ചെയ്തു കൊടുക്കുക, അതേപോലെ തന്നെ ബാക്കിയുള്ള ഓഫീസിലോട്ട് ഇവരെ കൂടെ പോവുക, അതായത് കൂടെ നടന്ന് കാര്യങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിൽ ആൾ റെഡിയാക്കി കൊടുക്കുകയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിനിക്കിൻ്റെ അപ്രൂവലിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ആൾ ശരിയാക്കി കൊടുത്തു. അതായത് തങ്ങളുടെ ഏരിയയിൽ ഒരു ക്ലിനിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് കൂടി അതൊരു ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അഭിലാഷ ഡോക്ടറുടെ അടുത്ത് ഇയാൾ ഈ ഒരു എന്താ പറയുക പ്രൊസീജിയറിനും മറ്റും ഫുള്ളായിട്ട് കൂടെ നിന്നിട്ടുണ്ടായത്. അപ്പോൾ ഇതിനിടയിൽ ഇവർക്കിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുകയാണ്. സ്വാഭാവികമായിട്ട് മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇവർ ഫോൺ വിളിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇടയ്ക്ക് പല സമയത്തും പുറത്തു വെച്ചിങ്ങായിട്ട് മീറ്റ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി. പിന്നീട് ഈ ഒരു ക്ലിനിക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷം വേദ് പ്രകാശ് ഇടയ്ക്ക് ഇവിടെ വേദന അവിടെ വേദന എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു അഭിലാഷ ഡോക്ടറെ കാണുന്നതിനും സംസാരിക്കുന്നതിനും വേണ്ടിയിട്ട് ക്ലിനിക്കിലോട്ട് വരാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങളൊക്കെ ആയപ്പോൾ അഭിലാഷ് ഡോക്ടർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി. അതായത് ഇയാൾക്ക് തൻ്റെ അടുത്തൊരു അട്രാക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാവുകയാണ്. അതുപോലെ തന്നെ ഈ ഡോക്ടർക്കും തിരിച്ചും അങ്ങോട്ടൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പതിയെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു പ്രണയബന്ധമായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ഒരു ഡോക്ടർ അഭിലാഷയുടെയും അതുപോലെ തന്നെ വേദ് പ്രകാശിൻ്റെയും സ്റ്റോറിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ഇവരുടെ രണ്ടുപേരുടെയും പ്രണയ ജീവിതം വളരെ ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതായത് ചുറ്റുള്ള ആളുകൾക്കും കുറച്ച് പേർക്കൊക്കെ അറിയാം ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ളത്. ഏകദേശം 5 വർഷം കഴിഞ്ഞു ഇവർ പ്രണയിച്ച് തുടങ്ങിയിട്ട്. അപ്പോൾ ഒരാളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒരു വാർഡ് കൗൺസിലർ, മറ്റൊരാളാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ. അപ്പോൾ ഇവർ നല്ലൊരു കപ്പിളാണെന്നുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായമായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ജൂൺ 30, 2024 അഭിലാഷയുടെ ക്ലിനിക്കിൽ നിന്ന് ഒരു ഒച്ച വരുന്നത്. അതായത് രാവിലെ ഒരു 10 മണി ടൈമൊക്കെ ആയിട്ടുണ്ടാവും. അതായത് ഇവരുടെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 വർഷത്തോളമൊക്കെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അഭിലാഷയുടെ ക്ലിനിക്കിൻ്റെ ഉള്ളിൽ നിന്ന് വലിയ രീതിയിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ വരികയാണ്. അതായത് എന്നെ രക്ഷിക്കണേ, അയ്യോ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ടൊക്കെ ആയിരുന്നു വന്നത്. ക്ലിനിക്കിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒച്ചയൊക്കെ വന്നപ്പോൾ ബാക്കി ചുറ്റുള്ള ആളുകളൊക്കെ ഈ ഡോക്ടർ എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പേഷ്യൻറ്റിനെ നോക്കുമായിരിക്കുമെന്നായിരുന്നു ആദ്യം ചിന്തിച്ചത്. എന്നാൽ അതിനുശേഷം ഈ ഒച്ചയും കാര്യങ്ങളൊന്നും നിൽക്കുന്നില്ല. എന്നാൽ ഇത് വേറൊരു തരത്തിലുള്ള ഒരു ഒച്ച പോലെ തോന്നുന്നു. എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്നുള്ളത് ആളുകൾക്ക് തോന്നുകയാണ്. ഇനിയിപ്പോൾ ഡോക്ടറിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത അവർക്ക് പോവുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെയും നേരെ ആ ഒരു ക്ലിനിക്കിലോട്ട് കയറി നോക്കുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു കാഴ്ച അവർ കണ്ടത്. അതായത് വേദ് പ്രകാശും ഡോക്ടർ അഭിലാഷയുമായിരുന്നു ആ ഒരു ക്ലിനിക്കിൽ ഉണ്ടായിരുന്നത്. വേദ് പ്രകാശ് ഇതേപോലെ തന്നെ അവിടെ കിടക്കുകയായിരുന്നു. ആളുടെ എന്താ പറയുക പാൻറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് മുഴുവൻ ഇങ്ങനെ ബ്ലഡായിരുന്നു. അഭിലാഷയാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഓടിക്കൂടിയ ആളുകൾക്കും എന്തൊക്കെയാണ് അവിടെ നടന്നതെന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു പിടിയുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ പോലീസിനെയും ആംബുലൻസിനെയും ഒക്കെ വിവരം അറിയിക്കുകയാണ്. അപ്പോൾ ആംബുലൻസും പോലീസും ഒക്കെ എത്തി ഇയാളെ നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ ഉണ്ടായത്. അതുപോലെ തന്നെ ഒരു അഭിലാഷയെ പോലീസുകാർ കസ്റ്റഡിയിലിടുകയും ചെയ്തു. ആ ഒരു സമയത്ത് അവർ കുറച്ച് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ, അതായത് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആളുകൾ എടുത്തിട്ട് ഇതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും വലിയ രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു സൈഡിൽ ഇതേപോലെ തന്നെ ഇയാളുടെ ബോഡിയും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഇയാളുടെ ലിംഗം കാണുന്നുണ്ടായിരുന്നില്ല. അതായത് അത് അറുത്ത് മാറ്റിയതിൻ്റെ ബ്ലഡായിരുന്നു ആ ഒരു പാൻറ്റിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ലിംഗം എവിടെ പോയി എന്നുള്ളൊരു കാര്യം ഈ ഒരു അഭിലാഷ ഡോക്ടറുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് മുറിച്ചെടുത്തു, അതിനുശേഷം എന്താ പറയുക ഫ്ലഷ് ചെയ്ത് കളഞ്ഞു, അതായത് ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ്
ഈ ഒരു ഡോക്ടർ മറുപടിയായിട്ട് പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ സെപ്റ്റ് ടാങ്കിൽ പോയി നോക്കിക്കോളാനും ഇവർ പറയുകയാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് ഈ ഡോക്ടറുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഒരു 5 വർഷം മുൻപുള്ള ആ ഒരു സ്റ്റോറി ഈ ഒരു ഡോക്ടർ ഇവരുടെ അടുത്ത് പറയാണ്. അതായത് 5 വർഷം മുൻപ് ഈ ഒരു ക്ലിനിക്കിൻ്റെ കാര്യത്തിനായിരുന്നു ഞാൻ ഇയാളെ കാണാനായിട്ട് ആദ്യം പോയത്. അതിനുശേഷം എൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തി തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച എന്നോട് യഥാർത്ഥമായിട്ടുള്ള സ്നേഹമായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇയാൾക്ക് എന്നോട് പ്രണയമായിരുന്നില്ല, എൻ്റെ ശരീരം മാത്രമായിരുന്നു വേണ്ടിയിരുന്നത്. ഇത്രയും വർഷങ്ങളോളം താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്നായിരുന്നു ഇവർ പോലീസിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്. അതായത് ഇവർ റിലേഷൻഷിപ്പിലായതിനു ശേഷം ഫിസിക്കൽ റിലേഷൻഷിപ്പ് സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അഭിലാഷ ജോലിക്കായിരുന്നു അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ക്ലിനിക്ക് ഇട്ടു, ആ ഒരു സ്ഥലത്ത് തന്നെ ഒരു വീട് റെൻറ്റ് ചെയ്ത് താമസിക്കായിരുന്നു. ഇയാൾ സ്ഥിരമായിട്ട് അഭിലാഷയുടെ വീട്ടിൽ പോയിട്ട് കാണാറുണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്ലിനിക്കിൽ പോയിട്ടും കാണാറുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് 3 വർഷം സ്മൂത്തായിട്ട് പോവുകയാണ്. ആ ഒരു ടൈം ആയപ്പോൾ അഭിലാഷയുടെ പാരൻസ് അഭിലാഷയുടെ അടുത്ത് കല്യാണം കഴിക്കാനായിട്ട് പറയുകയാണ്. അതായത് എത്ര നാളെന്ന് വെച്ച് കഴിഞ്ഞിട്ട് നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും, നിനക്കൊരു കൂട്ടമൊക്കെ വേണ്ട, ഒരു വിവാഹമൊക്കെ കഴിക്കുക എന്നുള്ള രീതിയിൽ പാരൻസ് പറയുകയാണ്. അപ്പോൾ പാരൻസിൻ്റെ ഒരു പ്രഷറിനെ കുറിച്ച് അഭിലാഷ് വേദ് അടുത്ത് പറഞ്ഞു. അപ്പോൾ വേദ് പറഞ്ഞു, നമുക്കിപ്പോൾ കല്യാണം കഴിക്കണോ, നീ നിൻ്റെ കരിയറിൽ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യും, എനിക്കും എൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്, എനിക്ക് കുറേ കാര്യങ്ങൾ ഈ നാട്ടിലൊക്കെ ചെയ്യാണ്ട്, എനിക്കിപ്പോൾ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും, നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാം എന്നുള്ളൊരു കാര്യം ഇയാൾ പറയുകയാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പറയുന്ന കാര്യവും അതും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ നൈസായിട്ട് ഒഴിവാവാനായിട്ട് തുടങ്ങി. അതായത് കല്യാണത്തിൻ്റെ കാര്യം അങ്ങനെ തള്ളി നീക്കാനായിട്ട് തുടങ്ങി. തന്നെ ഒഴിവാക്കുന്നതാണ് എന്നുള്ളൊരു കാര്യം അഭിലാഷ് കാണുന്നുണ്ടെങ്കിൽ ഒട്ടും മനസ്സിലായോ ഇല്ല. അങ്ങനെ ഏകദേശം ഒരു 5 വർഷമൊക്കെ ആയ സമയമായപ്പോൾ വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ പ്രഷറാവാണ് ഈ ഒരു അഭിലാഷയ്ക്ക് കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്. അവസാനം വേറൊരു നിവൃത്തിയും ഇല്ലാതെ അഭിലാഷ തൻ്റെ പ്രണയത്തിൻ്റെ കാര്യം വീട്ടിൽ പറയണം. അതായത് എനിക്കിങ്ങനെ വേദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഇഷ്ടമാണ്, ആൾ വാർഡ് കൗൺസിലറും മറ്റുമൊക്കെയാണ്, പിന്നെ എന്താ പറയുക 5 വർഷമായിട്ട് ഞങ്ങൾ പ്രണയത്തിലാണ്, എനിക്ക് വേറൊരാളെയും കല്യാണം ഒന്നും കഴിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു. അവസാനം ഈ ഒരു അഭിലാഷയുടെ പാരൻസ് ഈ ഒരു കല്യാണത്തിന് സമ്മതിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അഭിലാഷ ഹാപ്പിയായി മാരേജ് നിങ്ങായിട്ട് വേദ് അടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. എന്നാലും വേദ് ആളുടെ ഫാമിലിയുടെ അടുത്ത് ഇത്തരത്തിലുള്ള ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആൾ പറഞ്ഞ് കുറച്ചുകൂടെ കഴിയട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. എന്നാൽ വീണ്ടും അഭിലാഷയുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രഷർ വന്നപ്പോൾ ഇയാൾ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാൻഡായിട്ട് കല്യാണം നടത്താനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല, എൻ്റെ ഒരു വിഷനും അങ്ങനെയല്ല, അതുകൊണ്ട് തന്നെ നമുക്കൊരു രജിസ്റ്റർ മാരേജ് കഴിക്കാം, ഗ്രാൻഡായിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്നുള്ള കാര്യം പറയുകയാണ്. അവസാനം ഒരു അഭിലാഷയും അതിനെ സമ്മതിച്ചു. ഓക്കെ, നമുക്ക് രജിസ്റ്റർ മാരേജ് കഴിക്കാമെന്ന് പറഞ്ഞു. അഭിലാഷയുടെ വീട്ടിൽ പറഞ്ഞു, ഞങ്ങൾ എന്തായാലും രജിസ്റ്റർ മാരേജ് കഴിക്കുകയാണ്, അതിനുശേഷം ചടങ്ങുകൾ നമുക്ക് ലളിതമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടത്താം എന്നുള്ളത് പറയുകയാണ്. അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത ഡേറ്റ് വന്നെത്തി ജൂൺ 29, 2024. അപ്പോൾ ഇതിൻ്റെ മുൻപ് ഇവർ എല്ലാം അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസത്തിൽ അഭിലാഷ് ഇതേപോലെ തന്നെ രജിസ്റ്റർ ഓഫീസിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ് ഫ്രണ്ട്സിനായിട്ട്. അഭിലാഷ രാവിലെ വന്ന് നിന്നു. ആ സമയം തുടങ്ങിയിട്ട് ഇയാളെ വിളിക്കുകയാണ്, എന്നാൽ ഫോൺ കണക്റ്റ് ആകുന്നില്ല. ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ്, എവിടെ പോയി എന്താണെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേനുമാണ് താൻ പറ്റിക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യം ഇവർക്ക് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഫ്രണ്ട്സൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട്, ചെക്കൻ എന്താ പറ്റിയെന്നൊക്കെ ഉള്ളത്. അപ്പോൾ തന്നെ എന്താ പറയുക, തൻ്റെ ചെക്കൻ പറ്റിച്ചു എന്നുള്ളൊരു കാര്യം ഇവർക്ക് പറയാനും പറ്റുന്നുണ്ടായിരുന്നില്ല. മറ്റേ സിനിമയിൽ നയൻതാര നിന്നതുപോലെ രാവിലെ തുടങ്ങിയിട്ട് രാത്രി വരെ ഇവരവർ രജിസ്റ്റർ ഓഫീസിൻ്റെ അവിടെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായത്. ഇത്രയും വർഷം തൻ്റെ കൂടെ നടന്നിട്ട് തന്നെ ചതിക്കുകയായിരുന്നു ഇയാളെന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലാവുകയാണ്. ആ ഒരു ദേഷ്യത്തിലായിരുന്നു അവർ അന്ന് വീട്ടിലോട്ട് പോയത്. അങ്ങനെ പിറ്റേ ദിവസം ഒരു 8 മണിയൊക്കെ ആയപ്പോൾ വേദ് കോള് ഇവർക്ക് വരികയാണ്. ഇവർ ഫോൺ എടുത്തു, സംസാരിച്ചു, ദേഷ്യത്തിലായിരുന്നു. ആ ഒരു ടൈമിൽ എന്താ പറയുക, എനിക്ക് ഇന്ന ജോലി ഉണ്ടായിരുന്നു, വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്ക് ഉണ്ടായിരുന്നു, ഇതായിരുന്നു കല്യാണത്തിന്, അതായത് വരാൻ പറ്റാത്തതിൽ സോറി, അതായത് വേറൊരാളുടെ കല്യാണത്തിന് വരാൻ പറ്റാത്ത ഒരു അങ്ങനെ പറയുന്ന പോലെയൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് പറയുന്നത്. അതായത് ലൈക്ക് സ്വന്തം കല്യാണത്തിന് ആൾ മുങ്ങിയിട്ട് ഇതേപോലെ തന്നെ ജോലി ഉണ്ടായിരുന്നു, അതുണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞൊഴിയാണ്. അതായത് സ്വന്തം കല്യാണത്തിനെക്കാട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കില്ലല്ലോ എന്തും എന്നുള്ളൊരു ചിന്തയായിരുന്നു അഭിലാഷൊക്കെ ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ എന്ത് തന്നെ എമർജൻസി ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ചെയ്തുകൂടായിരുന്നു എന്നുള്ളൊരു ചിന്തയായിരുന്നു ഇവർക്ക് ഉണ്ടായത്. ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം തന്നെ മനസ്സിലൂടെ പോയപ്പോഴും അഭിലാഷക്ക് ഒരു കാര്യം മനസ്സിലായി. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഇവൻ തന്നെയല്ല പ്രണയിച്ചത്, തൻ്റെ ശരീരത്തെയാണ്. അതായത് ഇവന് തൻ്റെ ബോഡി മാത്രം മതി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് അവർ വേറൊരു രീതിയിലുള്ളൊരു കളി കളിക്കുകയാണ്. അതായത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ വളരെ കാമായിട്ട് തന്നെ അവർ സംസാരിച്ചു. എനിക്ക് എന്താണെന്ന് ഒന്നും അറിയുന്നില്ല, എന്തായാലും നീ എൻ്റെ അടുത്തോട്ട് വാ, നീ എൻ്റെ അടുത്തോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സമാധാനമാവും.
അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇയാളെ വിളിച്ചു വരുത്താണ് ഉണ്ടായത്. ഏകദേശം ഒരു എന്താ പറയുക, കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഇയാൾ ആ ഒരു ക്ലിനിക്കിലോട്ട് എത്തുകയാണ് അഭിലാഷ ഡോക്ടറെ കാണുന്നതിന് വേണ്ടിയിട്ട്. അതിനുശേഷം ഇവർ ഇൻറ്റിമേറ്റ് ആകുന്ന ആ ഒരു ടൈമിൽ ഇയാൾക്ക് പിന്നീട് എന്താ പറയുക, ഒന്നും ഓർമ്മയില്ല. പിന്നീട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇയാൾക്ക് ബോധം വരുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നുണ്ടായിരുന്നു, എന്താ സംഭവിച്ചതൊന്നും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഇയാൾ അലമുറയായിട്ട് കരയുകയാണ്. എന്നൊക്കെ പറഞ്ഞാൽ ഒച്ചെടുക്കുന്നൊരു സിറ്റുവേഷൻ ആയപ്പോഴാണ് പുറത്തു നിന്നുള്ള ആളുകൾ ഇത്തരത്തിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ട് അകത്തോട്ട് വന്നത്. ഇതിനിടയിൽ ഇയാൾ അഭിലാഷ ഡോക്ടറുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താണ് എന്നെ ചെയ്തതെന്നുള്ളത്. അപ്പോൾ അഭിലാഷ ഡോക്ടർ പറഞ്ഞു, നിനക്ക് വേണ്ടുന്നത് എൻ്റെ ശരീരം മാത്രമാണെന്നുള്ളത് എനിക്കറിയായിരുന്നു, നിനക്കത് മാത്രം കിട്ടിയാൽ മതി. എൻ്റെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് നിനക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അതായത് ഇന്നലെ കല്യാണം വരെ മുടങ്ങി ആകെ പ്രശ്നത്തിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഇന്നും നിനക്ക് വേണ്ടത് എൻ്റെ ശരീരം മാത്രമാണ്. അപ്പോൾ ഇതെനിക്കറിയായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി ഒരു സെഡേറ്റീവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നീ എൻ്റെ അടുത്ത് ഇൻറ്റിമേറ്റ് ആവുന്ന സമയത്ത് ഞാനത് നിൻ്റെ മേത്ത് ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നീ പോലും അത് അറിഞ്ഞില്ല. അപ്പോൾ അതിനുശേഷം നിൻ്റെ ബോധം പോയ സമയത്ത് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു എന്നുള്ളത് ഇയാളുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുന്ന ഒരു സമയത്ത് ആൾ താഴോട്ട് നോക്കുമ്പോഴാണ് ഈ ഒരു ലിംഗം പോയ കാര്യം അയാൾ അറിയുന്നത്. അയാളുടെ ലിംഗം ഈ ഒരു ഡോക്ടർ മുറിച്ചെടുത്ത് ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് ചെയ്യായിരുന്നു. എന്നിട്ട് പറഞ്ഞ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വർഷം എന്നെ പറ്റിച്ചതിനുള്ള ശിക്ഷയാണിതെന്നാണ്. അതായത് ഇനി വേറൊരു പെണ്ണിനും ഇയാളെ കൊണ്ട് ഇത്തരത്തിലുള്ളൊരു ഗതി വരരുത്, അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യം ചെയ്തതെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ അഭിലാഷ ഡോക്ടറുടെ ഈ ഒരു സ്റ്റോറി കേട്ട് പോലീസുകാർ എന്നെ ഷോക്കാവുകയാണ്. ഒരുപാട് പ്രണയങ്ങളുടെ കഥ, വഞ്ചനകളുടെ കഥയും ഒക്കെ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ളൊരു കേസ് ആദ്യമായിട്ടായിരുന്നു അവർ കേട്ടിട്ടുണ്ടായിരുന്നത്. പോലീസുകാർ ചോദിച്ചു, നീ നിൻ്റെ കരിയറും എല്ലാം സ്പോയിൽ ചെയ്തിട്ട് ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്തത് എന്താണ്? ഇനിയിപ്പോൾ നീ ജയിലിലൊക്കെ പോകേണ്ടി വരില്ലേ, നിൻ്റെ ലൈഫ് എന്താകും? എത്ര ആളുകൾ ഇങ്ങനെ ചതിച്ച് പോകുന്നുണ്ട്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നോക്കിക്കൂടെ, ഇങ്ങനെയുള്ളൊരു മാർഗം എന്തിനാണ് തിരഞ്ഞെടുത്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ സ്ത്രീ മറ്റൊരു കാര്യം കൂടെ പറയാണ്. ഈ ഒരു 5 വർഷത്തെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ 2 തവണ താൻ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു എന്നും ആ ഒരു 2 തവണയും തനിക്ക് ആ ഒരു കുഞ്ഞിനെ പ്രസവിക്കാനായിരുന്നു താല്പര്യമെന്നും ഇയാൾ ആ ഒരു സമയത്ത് നാട്ടുകാരെന്ത് പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് മതി, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് അബോർട്ട് ചെയ്യിപ്പിച്ചതാണെന്ന് തുടങ്ങിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതിൻ്റെ വിഷമവും അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രത്തോളം ക്രൂരതകളൊക്കെ ചെയ്ത അയാളെ ഞാൻ വെറുതെ വിടണമെന്നാണോ നിങ്ങൾ പറയുന്നതെന്നുള്ളൊരു തരത്തിലായിരുന്നു ഇവർ പോലീസിൻ്റെ അടുത്ത് ചോദിച്ചത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അതിനുശേഷം ഇവരെ റിമാൻഡ് ചെയ്യാനുണ്ടായത്. അപ്പോൾ ഈ ഒരു കേസിനെ കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഏത് തരത്തിലുള്ളൊരു ശിക്ഷ ഈ ഒരു ഡോക്ടർക്ക് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ടെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഈ ഒരു കേസിനെ കുറിച്ചും കേട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ ഈ ഒരു അഭിലാഷ ഡോക്ടർ ചെയ്ത കാര്യത്തെ നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നു? അതേപോലെ തന്നെ ഈ വേദ് പ്രകാശ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണും? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റസീൽ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.